ഹായ് ഹലോ നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഡ്രാക്കുള പള്ളി അഥവാ ലൂസിഫർ ചർച്ച് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ഇടുക്കിയിലെ ഉപ്പുതറയ്ക്ക് സമീപം സ്ഥിതി ചെയ്യുന്ന പള്ളിയിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. കുട്ടിക്കാലത്ത് നിന്നും കട്ടപ്പന റോട്ടിലൂടെ ഇടതുവശം ചേർന്ന് പോകുമ്പോൾ പരിപ്പൊന്നൊരു ജംഗ്ഷൻ കാണാം. ആ ജംഗ്ഷൻ്റെ അവിടെ നിന്ന് ഇടതുവശം ചേർന്ന് തന്നെ പോകുമ്പോൾ വേറൊരു പാലമൊക്കെ കയറി ഇറങ്ങി കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഉപ്പുതറ എന്നുള്ള ജംഗ്ഷനെത്തും. ഉപ്പുതറയിൽ നിന്ന് ലെഫ്റ്റ് എടുത്ത് തന്നെ പോകുമ്പോൾ കുറച്ച് ദൂരം കഴിയുമ്പോൾ തന്നെ നമുക്ക് ഈ ലോണ്ടറി എന്ന സ്ഥലത്ത് എത്തിച്ചേരാം. ഉപ്പുതറ പഞ്ചായത്തിൽ ലോണ്ടറി 2ാം ഡിവിഷനിലെ ചീന്തലാറിലാണ് നമ്മുടെ ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത്. നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ പള്ളിയുടെ ഫ്രണ്ടിലായിട്ടൊരു ഗേറ്റ് കാണാം. അതിൽ സെയിൻറ്റ് ആൻഡ്രൂസ് CSI ചർച്ച് എന്ന് പേരെഴുതിയിട്ടുണ്ട്. അതിൻ്റെ ഇടതുവശത്തായി തന്നെ നമുക്ക് ഒരാൾക്ക് നടന്നു പോകാനുള്ള ഒരു വഴിയുണ്ട്. ഇവിടെയായിട്ടാണ് അവർ സിനിമയിൽ കാർ കൊണ്ടുവന്ന് ചവിട്ടുന്ന സീൻ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. പടത്തിൽ കാണുമ്പോൾ ഇത് സെറ്റിട്ടതായിട്ട് തോന്നാമെങ്കിലും സംഭവം ഇത് ഒറിജിനൽ പള്ളി തന്നെയാണ്. പള്ളി ഇടിഞ്ഞു പൊളിഞ്ഞ രീതിയിലുള്ള പള്ളിയാണ് നമ്മൾ പടത്തിൽ കാണുന്നതെങ്കിൽ ഇത് ശരിക്കും നല്ലൊരു പള്ളിയായിരുന്നു. ഈ പടത്തിന് വേണ്ടിയാണ് ഇവരെ ആ രീതിയിലാക്കിയത്. 1952 ഫെബ്രുവരി മാസം 15-ാം തീയതി ജെയിം വിളിക്കുന്ന സായിപ്പാണ് ലോണ്ടറിലെ താമസക്കാർക്കും തേയിലത്തോട്ടത്തിലെ തൊഴിലാളികൾക്കും എസ്റ്റേറ്റിലെ പണിക്കാർക്കും വേണ്ടി ഈ പള്ളി സ്ഥാപിച്ചത്. ഈ പള്ളി വരുന്നതിന് മുമ്പ് എസ്റ്റേറ്റിലെ തൊഴിലാളികൾക്ക് വേണ്ടി റേഷൻ വിതരണത്തിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന സ്ഥലം കൂടിയായിരുന്നു പറയപ്പെടുന്നു. CSI പള്ളി എന്നാണ് അറിയപ്പെടുന്നതെങ്കിലും എല്ലാ സഭക്കാരും ആരാധനയ്ക്ക് വേണ്ടി ഈ പള്ളിയിൽ എത്തിച്ചേർന്നിരുന്നു. അതുകൊണ്ട് തന്നെ ഇതൊരു യൂണിയൻ ചർച്ചായി അറിയപ്പെട്ടിരുന്നു. പിന്നീട് ഓരോരോ സഭക്കാരുടെ പ്രദേശങ്ങളിൽ അവരവരുടെ ചർച്ചുകൾ വന്നതിന് ശേഷം ഇങ്ങോട്ടുള്ള ആൾക്കാരുടെ സഞ്ചാരം വളരെ കുറഞ്ഞു. വളരെ ദൂരെയുള്ളവരായിരുന്നു ഈ സഭയിലെ ഇടവക്കാർ. എന്നുകൊണ്ട് തന്നെ അവർ ഒരു 4 കിലോമീറ്റർ അപ്പുറത്ത് അവരുടെ സൗകര്യാർത്ഥം മറ്റൊരു പള്ളി ഈ സെയിം പേരിൽ സ്ഥാപിച്ചു. പിന്നീട് ഇങ്ങോട്ടുള്ള വരവ് മാസത്തിലൊരിക്കൽ മാത്രം ആരാധനകൾ ചെയ്തു പോന്നു. പിന്നീട് ഒട്ടും വരാത്തൊരവസ്ഥയായി കാട് പിടിച്ച് നശിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തി. പിന്നീട് ആ പള്ളിയിലേക്ക് ആരും വരാത്തതിനെ തുടർന്ന് കാടും പടലയും പിടിച്ച് അതൊരു പ്രേതാലയം പോലെ. അപ്പോൾ ആ നാട്ടുകാർ ആ പള്ളിക്ക് ഡ്രാക്കുള പള്ളി എന്ന പേരും ഇട്ടു. അങ്ങനെ അത് ഡ്രാക്കുള പള്ളിയായി മാറി. അങ്ങനെ ഈ പള്ളിയിലേക്ക് വരാൻ അവിടെയുള്ള എല്ലാവർക്കും പേടിയായി മാറി. അങ്ങനെ കുറേ നാൾക്ക് ശേഷം 2016 അവിടെ ഒരു വൈദികൻ എത്തിയത്. പതിയെ പഴയതുപോലെ തന്നെ ഇവിടെ ആരാധന ആരംഭിക്കുകയും ചെയ്തു. അങ്ങനെ മുമ്പോട്ട് പോകുന്ന സമയത്താണ് ലൂസിഫർ മൂവിയുടെ ഷൂട്ടിംഗ് സംഘം ഈ പ്രദേശത്ത് എത്തിയത്. ആദ്യമേ പള്ളിയുടെ ഷൂട്ടിങ്ങിനായി മൗണ്ട് എന്ന സ്ഥലമാണ് അവർ തീരുമാനിച്ചിരുന്നെങ്കിലും പിന്നീട് ഈ പള്ളി കണ്ടതിന് ശേഷം അവർക്ക് ഇഷ്ടപ്പെടുകയായിരുന്നു. ഷൂട്ടിങ്ങിന് ശേഷം പള്ളി പുനർനിർമ്മിച്ച് കൊടുക്കാമെന്നുള്ള എഗ്രിമെൻറ്റിൻ്റെ പേരിൽ പള്ളിയുടെ പല ഭാഗങ്ങളും പൊളിച്ചു നീക്കി പെയിൻ്റ് അടിച്ച ശേഷമാണ് ഷൂട്ടിംഗ് ആരംഭിച്ചത്. എന്തായാലും ചിത്രത്തിൻ്റെ വലിയ വിജയത്തിന് ശേഷം 8 ലക്ഷം രൂപയോളം മുടക്കി ചിത്രത്തിൻ്റെ പ്രവർത്തകർ ആശീർവാദ് സിനിമാസ് പഴയ രൂപത്തിൽ പള്ളി പണിത് കൊടുക്കുകയുണ്ടായി. അങ്ങനെയാണ് ഇപ്പോൾ കാണുന്ന ഈ രൂപത്തിൽ പള്ളി പണിതത്. പള്ളി പണിതപ്പോഴും പഴയ ആ പരമ്പരാഗത രീതിയിലുള്ള പഴമ നിർത്തിക്കൊണ്ട് തന്നെയാണ് പള്ളി പണിതത്. നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അറിയാം, ചെറിയൊരു പള്ളിയാണ്, വലിയ വലുപ്പമൊന്നുമില്ല, എന്നാലും നല്ല മനോഹരമാണ്. കല്ലുകൊണ്ടാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ചുറ്റും ഏക്കറുകളോളം അതിര് കാണാതെ കിടക്കുന്ന തേയിലത്തോട്ടം. ചുറ്റുമുള്ള ഈ തേയിലത്തോട്ടമാണ് പള്ളിക്ക് കൂടുതൽ സൗന്ദര്യം നൽകുന്നത്. ഇതൊക്കെ കൊണ്ട് തന്നെയാണ് ഈ ദേവാലയം സഞ്ചാരികളെ കൂടുതൽ ആകർഷിക്കുന്നത്.